യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രഭാതത്തിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും പുതിയൊരു ദിവസം തുടങ്ങുവാൻ സർവശക്തനായ ദൈവം നമ്മളെ അനുവദിച്ചതിന് ആ ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 23-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല. ദാവീദ് രാജാവ് സ്വർഗീയ പിതാവായ ദൈവത്തിനെ നോക്കിക്കൊണ്ട് തൻ്റെ വിശ്വാസം ഏറ്റുപറയുകയാണ്. കർത്താവേ, അങ്ങാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുവെന്ന്. നമ്മളിൽ എത്ര പേർക്ക് ഈ പ്രഭാതത്തിൽ ഓരോ നിമിഷത്തിലും ജീവനുള്ളിടത്തോളം കാലം വിശ്വാസത്തോടെ ആ സ്വർഗീയ പിതാവിനെ നോക്കി ഈ ദൈവവചനം പറയുവാൻ സാധിക്കും? കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന്. അങ്ങനെ നമ്മൾ ദൈവത്തെ നോക്കി അങ്ങ് എൻ്റെ ഇടയനാകുന്നു, എൻ്റെ ജീവിതത്തിൽ ഒന്നിനും എനിക്ക് കുറവുണ്ടാകുകയില്ല എന്ന് വിശ്വാസത്തോടെ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ ജോലി മേഖലയിൽ മക്കളെ നോക്കി പറയുമ്പോൾ നിങ്ങളുടെ ജീവിതം അനുഗ്രഹങ്ങളുടെ കലവറയായി മാറും. കാരണം നമ്മളെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്ത ദൈവത്തോടാണ് നമ്മൾ നമ്മുടെ വിശ്വാസം ഏറ്റുപറയുന്നത്. ആ ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം നിന്നെ അനുഗമിക്കുക തന്നെ ചെയ്യും. ദൈവത്തോടൊപ്പം മരണം വരെ നീ ജീവിക്കുകയും ചെയ്യും. പക്ഷെ എത്ര പേർക്ക് വിശ്വാസമുണ്ട് എൻ്റെ ഇടയനായ ദൈവം എനിക്കൊന്നിനും കുറവുണ്ടാകാതെ എന്നെ നോക്കുമെന്ന്? എത്ര പേർക്ക് ഹൃദയം തൊട്ട് വിശ്വാസത്തോടെ പറയുവാൻ സാധിക്കും? ഒരു ചെറിയ വേദന വരുമ്പോൾ നമ്മളെല്ലാം തകർന്നു പോകുന്നവരാണ്. ആ തകർച്ചയിൽ നിന്നും നമ്മൾക്ക് വിശ്വാസത്തോടെ പറയാം, ദൈവമേ, നീയാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകുകയില്ല എന്ന്. ആ നിമിഷം നിങ്ങൾക്കെതിരെ നിൽക്കുന്ന പിശാച് തകർന്ന് തരിപ്പണമാകും. സർവശക്തനായ ദൈവം നിങ്ങളുടെ കൈ പിടിക്കും, നിങ്ങളെ നടത്തും. മരണത്തിൻ്റെ താഴ്വരയിലാണ് നീ നിൽക്കുന്നതെങ്കിൽ പോലും അവിടെ നിന്നും ദൈവം നിന്നെ കൈപിടിച്ചുയർത്തും. നിന്നെ കൈവിടുകയില്ല. നിനക്ക് വേണ്ടതെല്ലാം തരും. ഒന്നിനും കുറവില്ലാതെ നിനക്ക് വേണ്ടതെല്ലാം സമൃദ്ധമായിട്ട് ഇന്ന് ദൈവം തരും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷം ആ ഇടയനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെ മുഴുവനും സ്നേഹത്തിൻ്റെ പ്രതീകമായ ആ ഇടയൻ്റെ സന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.
ലോകമൊന്നാകെ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തട്ടെ. ദൈവം നിങ്ങളെല്ലാവരെയും ഇന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും വിശ്വാസത്തോടെ ഏത് പ്രതിസന്ധിയിലും നിന്നുകൊണ്ട് കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാകില്ല എന്ന് വിശ്വാസത്തോടെ ഡിക്ലെയർ ചെയ്യുവാൻ നിങ്ങളുടെ നാവുകളെ ദൈവം ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.